തരമുള്ളവയാണ്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ധനു, മകരം ഈ 6 രാത്രി തരമുള്ളവയാണ്. പകൽ ജനിക്കുന്ന കുട്ടി പകൽ ബലമുള്ള രാശിയെ ജനിച്ചതായാലും ആ കുട്ടിക്ക് വ്യക്തിത്വം നന്നായി കഴിക്കും. അതുപോലെ രാത്രിയിൽ ജനിക്കുന്ന കുട്ടി രാത്രി ബലമുള്ള രാശി മിതമായി ജനിച്ചാലും ആ കുട്ടിക്ക് വ്യക്തിത്വം നന്നായി കഴിക്കും. ഏറെ മറ്റായാലും അതായത് രാത്രിയിൽ ജനിക്കുന്ന കുട്ടി പകൽ ബലമുള്ള രാശിയത്രമായി ജനിച്ചാലും പകൽ ജനിക്കുന്ന കുട്ടി രാത്രി ബലമുള്ള രാശിയത്രമായി ജനിച്ചാലും വ്യക്തിത്വത്തിന് അല്പം കുറവ്. ലഘുരാശിയുടെ ബലം നിർണ്ണയിക്കുന്നതിൽ പല ഘടകങ്ങളുണ്ട്. അതിൽ ഒരു ഘടകമാണ് രാശിചക്രം. One of the things that was commonly misunderstood about Hinduism that people don't know is that Hinduism is truly a monotheistic. That there's one God. വേദാന്തമാണ് ജ്യോതിഷം. വേദം, വൈദിക ക്രിയകൾ, വേദാധ്യയനം ഇവയുമായി ബന്ധപ്പെട്ട 6 ഘടകങ്ങൾ. ഇവയും വേദത്തിന്റെ അല്ലെങ്കിൽ വൈദികമായ വിജ്ഞാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവയെ വേദാന്തങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ജ്യോതി കൽപ്പോ നിരുക്തം ശിക്ഷ വ്യാകരണം തഥാ കണ്ടു വിചിതേതാനി ഷഡ്ജാനി വിഷ്ണുതേ എന്നാണ്. അതായത് ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, കണ്ടത്ത്, ജ്യോതിഷം ഇതാണ് 6 അംഗങ്ങൾ. ശിക്ഷ എന്ന് പറയുന്നത് ഉച്ചാരണ ശാസ്ത്രമാണ് ശിക്ഷ. വേദമന്ത്രങ്ങളും സൂക്തങ്ങളും എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് ഇത് പഠിപ്പിക്കുന്നു. കൽപ്പം എന്നുള്ളത് ആചാര അനുഷ്ഠാനങ്ങളെ വിവരിക്കുന്നതാണ്.
ജനനം മുതൽ മരണം വരെയുള്ള വിവിധ സന്ദർഭങ്ങളിലെ ആചാരങ്ങൾ, മന്ത്രകർമ്മങ്ങൾ, യജ്ഞവിധികൾ, രാജ്യഭരണക്രമം ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. വ്യാകരണം എന്നുള്ളത് ഭാഷാശാസ്ത്രം തന്നെയാണ്. വേദങ്ങൾ വായിക്കാനും ഗ്രഹിക്കാനും ഇത് സഹായിക്കും. നിരുക്തം എന്നുള്ളത് വൈദിക ശബ്ദങ്ങളുടെ അർത്ഥം അറിയാനും ഏത് ധാതുവിൽ നിന്നുമാണ് അവയുടെ ഉത്പത്തി എന്നും നിരുക്തം വ്യക്തമാണ്. ഛന്ദസ് എന്നുള്ളത് സാമാന്യമായി പറഞ്ഞാല് വൃത്തനിർമ്മാണത്തിന്റെ രീതിയും നിർദ്ദേശവുമാണ്. വേദ മന്ത്രങ്ങളുടെ അക്ഷരസംഖ്യകളും തുടങ്ങിയ ക്രമങ്ങളും ഇതില് വിവരിക്കുന്നുണ്ട്. ഇനി ജ്യോതിഷം, വിവാഹാദി കർമ്മങ്ങളുടെ മുഹൂർത്തം, അതുപോലെ തന്നെ ത്രികാലമായിട്ടുള്ള ഫലങ്ങൾ, ഇതെല്ലാം തന്നെ പ്രവചിക്കാനാണ് ജ്യോതിഷശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയുന്നത് യാഗാദി കർമ്മങ്ങൾക്കായുള്ള സമയം തീരുമാനിക്കുവാനാണ് വൈദിക കാലത്ത് മുഖ്യമായി ഈ ശാസ്ത്രം പ്രയോജനപ്പെടുത്തിയിരുന്നത്. വേദത്തിന്റെ ഒരു അംഗമാണ് ജ്യോതിഷം എന്ന് മനസ്സിലായത്. വേദാന്തങ്ങളായിരിക്കുന്ന ഈ 6 ശാസ്ത്രങ്ങൾ വേദത്തിന്റെ അല്ലെങ്കിൽ വേദപുരുഷന്റെ ശരീരഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിച്ച് കണ്ടിട്ടുള്ളത്. ശബ്ദപാണി ജ്യോതിഷം ചക്രശീല ശിക്ഷാഗ്രാമം ശ്രൗതമുക്തം വേദസ്യാന്തീയമാക്കുക എന്ന് പറയുന്നത് വേദത്തിന്റെ അല്ലെങ്കിൽ വേദപുരുഷന്റെ കാലുകൾ എന്നത് ശബ്ദശാസ്ത്രവും, മുകൾ വ്യാകരണശാസ്ത്രവും, കലങ്ങൾ കൽപ്പശാസ്ത്രവും, കണ്ണുകൾ ജ്യോതിശാസ്ത്രവും, മൂക്ക് ശിക്ഷാശാസ്ത്രവും, ചെവികൾ നിരുക്തശാസ്ത്രവുമാണ്. എല്ലാ ഇന്ദ്രിയങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഇന്ദ്രിയമാണ് കർമ്മേന്ദ്രിയം. അപ്പോൾ 6 വേദാന്തങ്ങളിൽ ജ്യോതിഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് വേദത്തിലെ അംഗങ്ങൾ ജ്യോതിഷത്തിനെ കണ്ണുകൂടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ വേദാന്തമായിരിക്കുന്ന ജ്യോതിഷത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത്രയും രഹസ്യമായ പുണ്യമായ പരിപാലനമായ ഈ ശാസ്ത്രം പഠിക്കുവാൻ ശ്രമിക്കുന്നത് പുണ്യകരം തന്നെയാണ്. അധ്യേയം രാമണയിലെ